അഭിവന്ദ്യ തിരുമേനി, സി ഐസക് സാർ, എൻ്റെ സഹപാനലിസ്റ്റുകളായ ഡോക്ടർ വിനിൽ പോൾ, അഡ്വക്കേറ്റ് സൂസൻ ജോർജ്, ഡോക്ടർ അശോക് അലക് സാർ, ബഹുമാനരായ മഹായിടവക ഓഫീസേഴ്സ്, ബഹുമാനരായ വൈദികരെ, സഭാപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എനിക്കറിയാം എല്ലാവർക്കും എൻ്റെ പ്രഭാഷണത്തിനോട് ഒരു കൗതുകമുണ്ടെന്നറിയാം. കാരണം മഹായിടവകയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒട്ടേറെ ഈ സഭാ ചരിത്രത്തിലും ദൈവശാസ്ത്രത്തിലും അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഓഡിയൻസാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നിൽ സൂചിപ്പിച്ചതുപോലെ ജോർജ് ഓമനച്ചൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് കേരള ഡയോസസിൻ്റെ ചരിത്രം എഴുതിയ ജോസ് പീറ്റർ, അങ്ങനെ നിരവധി മേഖലകളിൽ ചരിത്രവും ദൈവശാസ്ത്രത്തിലും ഒക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രഭാഷണം എന്നതിനപ്പുറമായി ഒരു കോൺവെർസേഷൻ്റെ സാധ്യതയാണ് ഞാൻ അന്വേഷിക്കുന്നത്. കോൺവെർസേഷൻ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ എല്ലാവർക്കും സംസാരിക്കാനായിട്ടുള്ള സാധ്യത, സമയത്തിൻ്റെ പരിമിതി, അടുത്ത ഉച്ച കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ കോൺവെർസേഷൻ ഒരുപക്ഷെ മീറ്റിങ്ങിന് ശേഷവും നമ്മുടെ തുടർന്നുള്ള വിശ്വാസ യാത്രയിലും ആ കോൺവെർസേഷൻ സാധിക്കും. അപ്പോൾ ആ കോൺവെർസേഷന് സാധ്യമാകുന്ന ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വിനിലിനെ പോലെ ഒരാൾ സംസാരിക്കുന്ന വേദിയിൽ മറ്റ് പ്രഭാഷണങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ നമ്മുടെ സഭയുടെ തന്നെ ചരിത്ര വഴികളെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ, അത് സാമൂഹ്യശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും വീക്ഷിക്കാവുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയവരെയും കേൾക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവ വീക്ഷണമാണ്. ആ ഒരു ക്രൈസ്തവ വീക്ഷണം നമ്മുടെ സഭയ്ക്കുള്ളതുകൊണ്ടാണ് ആദരണീയരായിട്ടുള്ള ഓഫീസേഴ്സ് എന്നെ ധൈര്യപ്പെടുത്തിയതെന്നും ഞാൻ കരുതുകയാണ്. വിനിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ചരിത്രത്തെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു ധാരണ, പൊതുവായ ധാരണ, ഈ കഴിഞ്ഞു പോയ കാലങ്ങളുടെ, അത് ഗതകാലത്ത് നടന്നിട്ടുള്ള ഗതകാല സംഭവങ്ങളുടെ ഒരു ക്രോണോളജിക്കലായിട്ടുള്ള ഒരു വിവരണമാണ് ചരിത്രം. കാലാനുക്രമമായി ഒരു ചരിത്രമാണ് നമ്മളെപ്പോഴും പറയുക. അതുകൊണ്ട് ഈ സംഭവങ്ങളുടെ ക്രോണോളജിക്കലായിട്ടുള്ള വിവരങ്ങൾ അത് മാത്രമാണ്, അത് വിനിൽ വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിച്ചു, അത് മാത്രമാണ് ചരിത്രമെങ്കിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ നമ്മുടെ സമകാലികമായ ആവശ്യങ്ങളെ, നമ്മുടെ ഭാവിയിലോട്ടുള്ള സഞ്ചാരങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചരിത്രത്തിനേറെ പ്രസക്തമാകുന്നത്. ഇപ്പം വിനിൽ ഒരു സാമൂഹ്യ ചരിത്രകാരൻ എന്ന നിലയിലാണല്ലോ കേരളത്തിൽ അറിയപ്പെടുന്നത്. എന്നാൽ നമുക്ക് തന്നെ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്ററിയോഗ്രാഫിയുടെ അനുഭവമുണ്ടല്ലേ. ഇവിടെ തന്നെ പല ആളുകളും ക്രൈസ്തവ ചരിത്രത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളാണ്. ക്രൈസ്തവ ചരിത്രത്തിൻ്റെ സമീപനം എന്താണ്? ഏത് പാരഡൈമിലാണ് നമ്മൾ നമ്മുടെ ചരിത്രത്തെ കാണുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വീക്ഷണത്തിൽ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ദൈവിക പദ്ധതിയാണ്. അപ്പോൾ ആ ദൈവിക പദ്ധതി അതല്ലാതെ ആക്സിഡൻറ്റിൽ സംഭവിക്കുന്നത് എല്ലാം ദൈവിക പദ്ധതിയാണ്. അപ്പോൾ ആ ദൈവിക പദ്ധതിയിൽ നന്മകളും തിന്മകളുമുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ സമകാലിക ആവശ്യം? അതിന് ദൈവരാജ്യത്തിൻ്റെ ഒരു വിചാര മാതൃകയിൽ, ദൈവരാജ്യത്തിൻ്റെ ഒരു പാരഡൈമിൽ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ക്രൈസ്തവ ചരിത്ര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതാണ് ക്രിസ്ത്യൻ ഹിസ്റ്ററിയോഗ്രാഫിയുടെ സമീപന രീതി. ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ നമ്മളൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു ജനതയാണ്, ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയാണ്, ഒരു വിശ്വാസ സമൂഹമാണ്. എന്താണ് നമ്മുടെ സമകാലിക ആവശ്യം? കഴിഞ്ഞ ഒരു മാസക്കാലമായി മഹായിടവകയുടെ 4 സോണുകളിലായി നിരവധിയായിട്ടുള്ള പ്രഭാഷണങ്ങൾ എല്ലാവരും നേരിട്ടും ഓൺലൈനും ശ്രവിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയെല്ലാം നമ്മൾ ഊന്നൽ നൽകിയത് മിഷണറിമാരുടെ സംഭാവനകളെ പറ്റിയിട്ടാണ്. മിഷണറിമാരുടെ സംഭാവന വാസ്തവത്തിൽ 1879 മുതൽ 2025 വരെയുള്ള നമ്മുടെ ഒരു എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയുടെ 146ാമത് വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ 146 വർഷത്തിന് മുൻപ് ഏകദേശം 63 വർഷങ്ങളാണ് ചർച്ച് മിഷണറി സൊസൈറ്റി നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചിൻ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചത്. ഈ മിഷണറിമാരുടെ ഹിസ്റ്ററിയെ ക്രോണോളജിക്കലായിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന 100 പേരെ എടുത്താൽ 99 പേരും പറയുന്നത് ഈ ഒരു ക്രോണോളജിക്കൽ ഹിസ്റ്ററിയിലാണ്. അത് നമ്മുടെ സഭ ആരാണ് ഈ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് നൽകിയത്? എൻ്റെ ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് 1920 റവറൻ ഹണ്ടിൻ്റെ ദി ആംഗ്ലിക്കൻ ചർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം, ദി ആംഗ്ലിക്കൻ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ പ്രസിദ്ധീകരിക്കുന്നത്.
വാസ്തവത്തിൽ ഹണ്ടാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫ്രെയിം വർക്ക്, എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയുടെ ഫ്രെയിം വർക്ക് നമ്മൾ നൽകുന്നത്. ഹണ്ടിൻ്റെ പുസ്തകത്തിൻ്റെ മാതൃകയിലാണ് CMSൻ്റെ ആഗമനം, മിഷൻ ഓഫ് ഹെൽപ്പ്, ട്രാവൻകൂറിലെയും കൊച്ചിലെയും ജനജീവിതങ്ങൾ, അതിനകത്ത് എങ്ങനെയാണ് ഓരോ മിഷണറിമാരും ഇടപെട്ടിട്ടുണ്ട്. 2016 നമ്മുടെ മഹായിടവകയായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പ്രേക്ഷിത പ്രയാണം എന്നുള്ള ബുക്കിൻ്റെ പോലും ഫ്രെയിം വർക്ക് അനുധാവനം ചെയ്യുന്നത് ഹണ്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫ്രെയിം വർക്കാണ്. പക്ഷേ 1920 ഹണ്ടിൻ്റെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ നെസസിറ്റി അല്ലെങ്കിൽ ആ ഒരു ചരിത്രപരമായ അനിവാര്യതയാണോ പിന്നീട് വരുന്ന 100 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഉള്ളത് എന്നുള്ളത് ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്യണം എന്നുള്ളൊരു ലൊക്കേഷനകത്താണ് എൻ്റെ ഈ പേപ്പർ ഞാൻ പ്രധാനമായിട്ടും ലൊക്കേറ്റ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, സംഭവങ്ങളുടെ കാലാനുക്രമമായിട്ടുള്ള ക്രോണോളജിക്കലായിട്ടുള്ള ചരിത്രമല്ലെങ്കിൽ ഓരോ സംഭവ വികാസങ്ങൾക്ക് മുമ്പ് അത് സാധ്യമാക്കുന്ന ആശയ പരിസരം കൂടെയുണ്ട്. ഇത് ഐഡിയോളജി ഓഫ് മിഷൻ എന്ന് പറയുന്ന ബുക്ക് തന്നെയുണ്ട്. അത് ഓരോ സാമൂഹിക സന്ദർഭങ്ങളിലും ചില ആളുകളുടെ ആശയങ്ങളോ സംഭവങ്ങളോ, അത് മനുഷ്യരുടേതല്ലെങ്കിൽ പ്രകൃതിയുടെയോ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഇവൻസുകളാണ് ഹിസ്റ്ററിയെ നിർമ്മിക്കുന്നത്. അപ്പോൾ CMSൻ്റെ ഹിസ്റ്ററിയെ എങ്ങനെയാണ് നമ്മൾ കണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക? ചർച്ച് മിഷൻ സൊസൈറ്റി ഒരു സുപ്രഭാതത്തിൽ അത് ഉണ്ടായതാണോ? നമ്മളിവിടെ തുടങ്ങുന്നത് CMSൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് ക്രിസ്ത്യൻ റിസർച്ചേഴ്സ് ഇൻ ഏഷ്യ, ക്ലോഡിയസ് ബുക്കാനിൻ്റെ. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ എല്ലാവരുടെയും പ്രഭാഷണങ്ങളിൽ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതായതുകൊണ്ടാണ്. അപ്പോൾ ക്ലോഡിയസ് ബുക്കാനിൻ്റെ കേരള സന്ദർശനത്തിന് തുടങ്ങിയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ്, അത് തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെ പറ്റി പരാമർശിക്കുന്നുണ്ടെന്നും അവരെ സഹായിക്കാനായിട്ട് CMSൻ്റെ മിഷൻ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞ നരേറ്റീവാണ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമുക്കിവിടെ നിൽക്കുന്നത്. അത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ വിനിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്നുള്ള അന്വേഷണമാണ്. എന്നാൽ CMS എന്ന് പറയുന്നത് വളരെ ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ട ഒരു മിഷണറി പ്രസ്ഥാനമാണ്. എന്താണ് CMSൻ്റെ ഫോർമേഷൻ ഹിസ്റ്ററിയെ, അതിനെ രൂപപ്പെടുത്തിയ ആശയം, ചേതോ വികാരം എന്താണ്? നമുക്കറിയാം, ഇവാഞ്ചലിക്കൽ റിവൈവലിസം ഉണ്ട്, ഇംഗ്ലീഷ് എൻലൈറ്റ്മെൻറ്റ് മൂവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ റിനൈസൻസ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് റാഷണാലിറ്റി, യുക്തിചിന്ത, വ്യക്തികളുടെ സ്വാതന്ത്ര്യം, വ്യക്തികളുടെ വിടുതൽ തുടങ്ങിയ ആശയങ്ങളെ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള ഒരു ആശയ അടിത്തറയിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റി 1799 ഇംഗ്ലണ്ടിൽ രൂപം കൊള്ളുന്നത്. അപ്പോൾ അതൊരു ആശയ നിർമ്മിതിയാണ്. നമ്മളിന്ന് ഓർക്കും, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള വൈദികരും ലേമനും വിദ്യാർത്ഥികളും, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ചേർന്നൊരു ഒരു ചെറുപ്പക്കാരുടെ സംഘമാണ് വാസ്തവത്തിൽ CMS മിഷൻ മൂവ്മെൻറ്റ്. ആദ്യഘട്ടത്തിൽ 9 പേരും പിന്നീട് ഒരു 25 പേരുടെയും സംഘമാണ് CMSനെ എൻവിഷൻ ചെയ്യുന്നത്. അപ്പോൾ CMS രൂപീകരിക്കുന്ന സമയത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അതൊരു ആൻറ്റി സ്ലേവറി മൂവ്മെൻ്റായിട്ടാണ് വരുന്നത്. ഒരു അറ്റ്ലാന്റിക് സ്ലേവറിക്കെതിരെയുള്ള ആൻറ്റി സ്ലേവറി മൂവ്മെൻ്റായിട്ടാണ് CMSൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഇത് ഏഷ്യയിലും, CMSൻ്റെ ആദ്യത്തെ പേര് നമുക്ക് പരിചയമുണ്ടല്ലോ, ചർച്ച് മിഷൻ സൊസൈറ്റി ഫോർ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ജനങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇടപെടാനായിട്ടുള്ള, അത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങളുടെ വിടുതൽ, അവരുടെ ഒരു ആൻറ്റി സ്ലേവറി മൂവ്മെൻ്റായിട്ടാണ് CMS പ്രസ്ഥാനം വരുന്നത്. ആ കോണ്ടസ്റ്റിലാണ് തിരുവിതാംകൂറിൽ CMS പ്രസ്ഥാനം. അതിന് ക്ലോഡിയസ് ബുക്കാനിൻ്റെ ടെസ്റ്റ് ഒരു നിമിത്തമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ദൈവിക ഇടപെടലായിട്ട് നമുക്ക് കാണും. പക്ഷേ ക്ലോഡിയസ് ബുക്കാനിൻ്റെ ക്രിസ്ത്യൻ റിസർച്ച് ഇൻ ഏഷ്യ എന്ന് പറയുന്ന ബുക്കിൽ നമ്മൾ ഈ ഹിസ്റ്ററി തുടങ്ങുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് നരേറ്റീവിൻ്റെ നിർമ്മിതിയാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1920 ഹണ്ടിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ വിനിൽ സൂചിപ്പിച്ചതുപോലെ 1920കളിലെ നമ്മുടെ ഒരു സഭയുടെ ആവശ്യകതയിൽ നിന്നുകൊണ്ടാണ് ആ ഫ്രെയിം വർക്ക് രൂപപ്പെടുന്നത്. എന്നാൽ നമ്മൾ പിന്നീട് പുതിയ അന്വേഷണങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും നമുക്ക് ലഭിക്കുമ്പോൾ അല്പം കൂടി പിന്നോട്ട് CMSനെ എന്താണ് രൂപീകരിക്കാനായിട്ട് സാധിച്ചെന്നുള്ള അന്വേഷണം കൂടെ നമ്മുടെ പുതിയ ചരിത്രബോധത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഈ നമ്മുടെ ഇന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സഭാചരിത്രത്തിനകത്ത് ഒരു ബൈനറി ഉള്ളടങ്ങിയിട്ടുണ്ട്. ഈ സഭാചരിത്രത്തിൻ്റെ നാളിതുവരെ ഈ 2021 എൻ്റെ ഓർമ്മ,
നമ്മുടെ അഭിവന്ധ്യ തോമസ് ശൗമോൽ തിരുമേനി ഒരു ചെറിയ ബുക്ക്, ഒരു 20-25 പേജുള്ള ഒരു ബുക്ക് ഇറക്കിയിട്ടുള്ളത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അതായത് മഹായിടവയുടെ 2021 വരെയുള്ള ചരിത്രത്തിൽ ഇറങ്ങിയിട്ടുള്ള ആഭ്യന്തരമായിട്ട് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും മഹായിടവുമായി ബന്ധപ്പെട്ടവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഒരു വിവരണം, അതിൻ്റെ പേരുകളും എഴുത്തുകാരെ പറ്റിയിട്ടും അതിൻ്റെ ഹ്രസ്വമായ ഉള്ളടക്കവുമാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 2025 വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാരണം നമ്മുടെ ശ്രീജന സഖ്യത്തിൻ്റെ ഹിസ്റ്ററി ബുക്ക്, അതുപോലെ തന്നെ ബദേൽ ആശ്രമത്തിൻ്റെ സ്മരണികയൊക്കെ അതിനകത്ത് ഉൾപ്പെടാനുണ്ട്. പക്ഷേ 2021 വരെയുള്ള എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും അതിനകത്ത് അഭിവന്ധ്യ തിരുമേനി അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്ര ഗ്രന്ഥത്തിൽ മഹായിടവയുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഒരു ബൈനറി, സാമുദായികമായ ഒരു ബൈനറിയിലാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു വേർഷനാണ് വിനിൽ ഇവിടെ അവതരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബൈനറി എന്ന് പറയുന്നത് ഒരു സേവിയർ സേവ്ഡ് ബൈനറിയാണ്, ഒരു സേവിയർ ബൈനറി. അതായത് ക്രൈസ്തവ മിഷണറിമാർ നമ്മുടെ നാട്ടിൽ വന്ന് ആളുകളെ വിടുവിച്ചു. ഇതാണ് ആ ഒരു സേവിയേഴ്സിൻ്റെ റോളിനകത്ത്, രക്ഷക റോളിലാണ് CMS മിഷണറിമാരുടെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ നരേറ്റീവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പ്രബലമായ ജാതിയിൽ നിന്ന് ഇന്ന് നമ്മൾ പറയുന്ന സുറിയാനി വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം ഈ മിഷണറിമാരോടുകൂടി ചേർന്ന് ഈ രക്ഷണ്യ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. പക്ഷെ നമ്മൾ ഈ 146 വർഷം കഴിയുമ്പോഴും ഈ സേവിയർ സേവ്ഡ് നരേറ്റീവ്സിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്ററിയെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ CMS മിഷൻ്റെ അവരുടെ വിഷൻ്റെ ഭാഗമാണോ? രണ്ടാമത് 146 വർഷം നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന മറ്റൊരു സംഭവം കൂടെയുണ്ട്. 1979 തിരുവിതാംകൂർ കൊച്ചിൻ മഹായിടവക പ്രോദ്ഘാടനം ചെയ്തത് കഴിയുമ്പോൾ 1919 മുതൽ മറ്റൊരു ഡയലോഗിൽ നമ്മൾ ഭാഗമാകുന്നുണ്ട്. അത് ദക്ഷിണേന്ത്യ സഭയുടെ ഫോർമേഷൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യൻ സഭയുടെ ഫോർമേഷൻ ഹിസ്റ്ററിയും ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ മിഷൻ ഹിസ്റ്ററിയും ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ കഴിഞ്ഞ 1799 മുതൽ 2025 വരെയുള്ള നമ്മുടെ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി പൂർണ്ണമാകുന്നുള്ളൂ. ഈ രണ്ട് ഘടകങ്ങളെ ആശയപരമായിട്ട് അഭിസംബോധന ചെയ്യുവാനും കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരുപാട് പേപ്പറുകൾ കാണാം, പക്ഷെ പെട്ടെന്ന് പോകും, വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതികളാണ്. കാരണം ഇത് കാണുമ്പോൾ ഒരു കെട്ട് പേപ്പറുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ CMS മിഷണറി പ്രസ്ഥാനത്തിനെ ഈ യൂറോപ്യൻ നവോത്ഥാനത്തെ സ്വാധീനിച്ചത് എപ്രകാരമാണെന്നും അതെങ്ങനെയാണ് ഒരു ആൻറ്റി സ്ലേവറി മൂവ്മെൻറ്റിനെ ലോകമെമ്പാടും പ്രത്യേകിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലും പ്രചരിപ്പിച്ചെന്നും നമ്മൾ നോക്കിക്കാണുകയുണ്ടായി. ഈ CMS പ്രസ്ഥാനത്തിന് മുമ്പ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് നമ്മൾ വിനിൻ്റെ പ്രസംഗത്തിന് സൂചിപ്പിച്ചെന്നാണതോ അശോക് സാറാണെന്ന് ഞാൻ കരുതുന്നു. സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജ്, പ്രൊമോട്ടിംഗ് ഗോസ്പൽ, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യൻ സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജ്, ISPCK ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ 18ാം നൂറ്റാണ്ടിൻ്റെ സമയത്തുണ്ട്. CMS എന്ന് പറയുന്നത് CMSൻ്റെ പ്രോദ്ഘാടനത്തോടു കൂടിയാണ് വാസ്തവത്തിൽ നമ്മുടെ ലോകമെമ്പാടും സോഷ്യൽ ആക്ടിവിസം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്ന ഒരു ധാരയെ രൂപപ്പെടുത്തുന്നത്. നമുക്ക് 1816 തൊട്ടുള്ള മിഷൻ എൻഗേജ്മെൻറ്റ്, 1836 മാവേലിക്കര സുന്നകദോസ്, അതിനുശേഷം വരുന്ന മിഷണറിമാരുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെല്ലാം അറിയാം. അവിടെ ബാസൽ മിഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ മഹായിടവകയിൽ നമ്മുടെ പ്രദേശത്ത് CMS വരുമ്പോൾ CMS അഭിസംബോധന ചെയ്ത അടിമത്തം ഏതായിരുന്നു? അത് കാസ്റ്റ് സ്ലേവറി ആയിരുന്നു, ജാതി അടിമത്തം. ഒരുപക്ഷെ ഡോക്ടർ സനൽമോഹനും വിനിൽ പോളും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലഘട്ടമായിട്ട് നമ്മുടെ കേരളത്തിലും ഗ്ലോബൽ അക്കാഡമിയിലും ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന അതിനെയാണ്. അപ്പോൾ അറ്റ്ലാന്റിക് സ്ലേവറിയുടെ കോൺടെസ്റ്റിൽ നിന്നും ട്രാവൻകൂറിൽ വരുമ്പോൾ ട്രാവൻകൂറിലെ സ്വയം പ്രഖ്യാപിത ഹിന്ദു സ്റ്റേറ്റിലെ സ്ലേവറിയെ ആണ് മിഷണറിമാർ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഈ ഹെൽപ്പിംഗ് മിഷനുമായിട്ട് എന്തുകൊണ്ടാണ്, ഈ സിറിയൻ സഭയുമായിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണർമാർക്ക് വിട്ടുപോകേണ്ടി വന്നത്? 1836 മാവേലിക്കര സുന്നകദോസ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതിൻ്റെ തിയോളജിക്കലായിട്ടോ അതിൻ്റെ എസ്കറ്റോളജി ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം
നമ്മുടെ ഇവിടെ നിലനിന്നിരുന്ന സിറിയൻ ചർച്ച് എന്ന് പറയുന്നത് ഒരു ജാതി സമുദായമായിരുന്നു. ജാതിയെ ഡിസോൺ ചെയ്തുകൊണ്ടോ ജാതിയുടെ മൂല്യങ്ങളെ അതിജീവിച്ചുകൊണ്ടോ ഒരു സങ്കല്പത്തെ മുന്നോട്ട് വെക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുണ്ടായിരുന്നില്ല. ഇത് മിഷണറിമാരുടെ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിന് വിരുദ്ധമായതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം വിവിധ സമുദായങ്ങളിൽ നിന്ന്, ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഈ നമുക്കിടയിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ സിറിയൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സംഭവം. വിനിലിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്കും അത് പറയാനായിട്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കേരളത്തിൽ സിറിയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വാസ്തവത്തിൽ ഒരു ഏകദാനമായ കമ്മ്യൂണിറ്റി അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സാംസ്കാരികമായി ചരിത്രപരമായിട്ട് രൂപപ്പെട്ടു. ഇപ്പോൾ തരീസാപ്പള്ളി ചേപ്പാടിൻ്റെ കാര്യം പറഞ്ഞു. തരീസാപ്പള്ളി ചേപ്പാട് അല്ലാതെ ക്രിസ്ത്യൻ പ്രസൻസിനെയോ മറ്റോ നമുക്ക് സ്ഥാപിച്ചെടുക്കാവുന്ന ഒരു രേഖകളും അതിന് മുമ്പ് നമുക്ക് ലഭ്യമല്ല. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സഭയും ആഘോഷിക്കുന്ന ഒന്നാണ് സെൻറ്റ് തോമസ് ചരിത്രം എന്ന് പറയുന്നത്. സെൻറ്റ് തോമസിൻ്റെ AD 52 ചരിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ 16-ാം നൂറ്റാണ്ടിൽ മാത്രം രൂപപ്പെട്ടു വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് സെൻറ്റ് തോമസ് നരേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബിഷപ്പ് സ്റ്റീഫൻ നീൽ, നമ്മുടെ ആംഗ്ലിക്കൻ ഡയസസ് സ്റ്റീഫൻ നീൽ, വളരെ പ്രശസ്തനായിട്ടുള്ള ചർച്ച് ഹിസ്റ്റോറിയൻ, അതിനെ വളരെ സമഗ്രമായിട്ട് ആ സെൻറ്റ് തോമസ് മിത്തിനെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സമുദായങ്ങൾക്ക് അതാത് കാലഘട്ടങ്ങളിൽ അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായ മുന്നോട്ട് പോക്കിന് ചരിത്രത്തെ അവർക്ക് ആഖ്യാനം ചെയ്യാം. അതുകൊണ്ട് ചരിത്രത്തെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ചരിത്ര ആഖ്യാനം എന്ന നിലയിലാണ്. നമ്മുടെ സമകാലികമായ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ചരിത്രത്തെ നമുക്ക് ആഖ്യാനം ചെയ്യാനായിട്ടും സാധിക്കും. ഇങ്ങനെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം അവരുടെ സമകാലിക ആവശ്യങ്ങൾക്ക്, അക്കാലത്തെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ചരിത്രത്തെ ആഖ്യാനം ചെയ്തെടുക്കുന്ന ഒരു നരേറ്റീവും കൂടിയാണ് സെൻറ്റ് തോമസ് ചരിത്രം എന്ന് പറയുന്നത്. സെൻറ്റ് തോമസ് മിത്തെന്നും വിമർശകർ പറയുന്നത് ഒരു മിത്ത് മാത്രമാണെന്നും പറയാറുണ്ട്. അതുകൊണ്ട് പക്ഷേ നമ്മുടെ മധ്യകേരള മഹായിടവകയുടെ ഹിസ്റ്റോറിക്കൽ കോൺടെസ്റ്റിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ആംഗ്ലിക്കൻ മഹായിടവകയുടെ ഹിസ്റ്റോറിക്കൽ കോൺടെസ്റ്റിൽ നമ്മൾ നിൽക്കുന്നത് ഈ ഐഡൻറ്റിറ്റികളിൽ നിന്നുകൊണ്ടല്ല. വാസ്തവത്തിൽ നമ്മുടെ എല്ലാം കൾച്ചറൽ ധാരകൾ വിഭിന്നമാണ്. ഭിന്നമായ സമുദായങ്ങളുണ്ട്. ആ ഭിന്നമായ സമുദായങ്ങളെ ക്രിസ്ത്യൻ ലോകവീക്ഷണത്തിൽ മിഷണറിമാർ ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് ഒരു പുതിയ സഭയുടെ സാധ്യതകളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 1947 അങ്ങനെ CMSൻ്റെ മിഷണറിയിൽ ചേർന്ന ആളുകൾക്ക് നമ്മുടെ ഒരു പ്രതിജ്ഞ, അത് എല്ലാവർക്കും സുപരിചിതമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രതിജ്ഞ തന്നെ പ്രത്യേകിച്ച് പട്ടക്കാർക്കും സഭാപ്രവർത്തകർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ലേമനുമെല്ലാം ഒരു പ്രതിജ്ഞ നൽകുമായിരുന്നു. ആ പ്രതിജ്ഞ വളരെ ഹ്രസ്വമായതുകൊണ്ട് ഞാനൊന്ന് വായിക്കാം. കാരണം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ സെമിനാർ ഉള്ളത്. പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ട് പ്രധാനമായിട്ട് കണക്കാക്കുമ്പോൾ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകം മുതൽ നമ്മൾ കണക്കാക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തായി ഈ മിഷണറിമാർ നൽകുന്ന ഈ ജാതി വിരുദ്ധ പ്രതിജ്ഞ ഇപ്പം പലതരത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണല്ലോ നമ്മൾ സഭയുടെ അംഗങ്ങളായിട്ട് തീരുന്നത്. പക്ഷേ അന്ന് മിഷണറിമാരുടെ പ്രസ്ഥാനത്തിൽ മിഷണറി സഭയിൽ ചേരുന്ന ആളുകൾക്ക് വേണ്ടി നൽകിയ പ്രതിജ്ഞ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഹൈന്ദവ ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അന്തസ്സത്തയ്ക്കും ചൈതന്യത്തിനും എതിരാണ്. അത് വെച്ചു പുലർത്തുന്നവരുടെ ആത്മാവിന് അത് ഹാനിയുണ്ടാക്കും. ക്രൈസ്തവരുടെ ഇടയിൽ സാഹോദര്യ സ്നേഹത്തിൻ്റെ നിലനിൽപ്പിനും ഒരു രാജ്യത്ത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിനും അത് വിഘ്നം വരുത്തും. ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചു എന്ന കാരണത്താൽ അശുദ്ധിയെക്കുറിച്ച് തെറ്റായ ചിന്ത മനസ്സിൽ ഉറപ്പിക്കും. ജാതി വ്യവസ്ഥ ഒരു വ്യക്തിയെയും കുടുംബത്തെയും അവൻ ജനിച്ച അതേ നിലവാരത്തിൽ ബന്ധിച്ചിടുകയും സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് ഉള്ള ഉന്നമനത്തെ അത് തടഞ്ഞു നിർത്തുകയും ചെയ്യും. ഈ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥയെ ഞാൻ നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. ദൈവിക സഹായത്താൽ എൻ്റെ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ഈ പ്രതിജ്ഞ എടുത്ത ആളുകളാണ് CMSൻ്റെ മിഷൻ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവികർ. അതുവരെ നമ്മൾ ഭിന്ന ജാതി സമുദായങ്ങളായി
സാംസ്കാരിക ധാരയിൽ നിന്ന് രൂപപ്പെട്ട ജനതയെ, ആ വാക്ക് അത്രത്തോളം, കാരണം നമ്മൾ പറയാറുണ്ട് ഡീകോളനൈസേഷൻ ഒക്കെ പറയാറുണ്ട്, കാസ്റ്റ് എന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവരുടെ ജാതിയെ അപനിർമ്മിച്ചുകൊണ്ട്, ജാതിബോധത്തെ അപനിർമ്മിച്ചതുകൊണ്ടാണ് ഒരു മിഷണറി ഭൂമിക നമ്മുടെ കേരളത്തിൽ നടത്തുന്നത്. അതായത് ഒരു ആൻറ്റി സ്ലേവറി മൂവ്മെൻ്റായിട്ട് വന്ന് കേരളത്തിൽ തിരുവിതാംകൂറിൽ ഒരു ആൻറ്റി കാസ്റ്റ് മൂവ്മെൻ്റായിട്ടാണ് CMS അതിൻ്റെ പ്രവർത്തനത്തെ സ്ഥാപിച്ചെടുക്കുന്നത്. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ 1789 മുമ്പുള്ള CMSൻ്റെ പ്രവർത്തനത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്. ദീർഘമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. പ്രസ് എങ്ങനെ പ്രവർത്തിച്ചു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു, മറ്റ് സാമൂഹിക ആരോഗ്യരംഗത്തെ വികാസങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ അത് വാസ്തവത്തിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ, കൊച്ചിയുടെ സാംസ്കാരിക ജീവിതത്തെ ശിഥിലമാക്കിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ പൈശാചികമാണ്, ആ ഒരു ക്രിസ്ത്യൻ ടേമിനോളജി ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു പൈശാചികമായ ധാരയെ, ചിന്തയെ, നോഷനെ ഉടച്ചു കളയുകയാണ് ക്രിസ്ത്യൻ മിഷണറി പാർട്ടി ചെയ്യുന്നത്. ഈ ഭൂമികയിലാണ് ഈ ദൈവശാസ്ത്ര ഭൂമികയിലാണ് 1799 തിരുവിതാംകൂർ കൊച്ചിൻ ആംഗ്ലിക്കൻ മഹായിടവക രൂപം കൊള്ളുന്നത്. അതിന് മറ്റൊരു കാരണം കൂടെ, കാരണം അതുവരെ ഉണ്ടായിരുന്ന മിഷണറിമാരെല്ലാം തന്നെ വാർദ്ധക്യത്തിലോട്ട് പോവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അശോക് അലക്സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജെറുസലേം ആക്ടിൻ്റെ, കാരണം ട്രാവൻകൂർ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റാണ്, ഒരു ഹിന്ദു സ്റ്റേറ്റാണ്. അവിടെ നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിയമത്തിന് വിധേയമായിട്ടല്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിയമം ബാധകമല്ലാത്ത സ്ഥലത്ത് അവിടെ ആപ്ലിക്കബിളായിട്ടുള്ള നിയമമാണ് ജെറുസലേം ആക്ട് എന്ന് പറയുന്നത്. ജെറുസലേമിൽ അപ്രകാരമായിരുന്നു പ്രഷ്യൻ ഗവൺമെൻറ്റിൻ്റെയും CMS ആംഗ്ലിക്കൻ സഭയുടെയും യോജിച്ചുള്ള ഒരു മിഷണറി പ്രവർത്തനമായിരുന്നു. ജോയിൻറ്റ് പ്രൊട്ടസ്റ്റൻ്റ് മിഷനായിരുന്നു ജെറുസലേമിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് അവിടെ ഈ ജെറുസലേം ആക്ട് വരുന്നത്. ആ ജെറുസലേം ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആംഗ്ലിക്കൻ ഡയോസിസ് ഇവിടെ സ്ഥാപിതമാകുന്നത്. അത് എടുത്തു പറയാൻ കാരണം നമുക്കൊരു ഗ്ലോബൽ കണക്ഷനും കൂടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ. പല കാര്യങ്ങളിലും ആ ഗ്ലോബൽ കണക്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് ധാരകൾ, അടിമത്ത വിരുദ്ധത്തിൻ്റെയും ജാതി വിരുദ്ധതയുടെയും ഈ രണ്ട് ധാരകൾ നമ്മൾ ഉപേക്ഷിച്ചവരാണ്. ദൈവശാസ്ത്രപരമായിട്ട് ഉപേക്ഷിച്ചവരാണ്, ചരിത്രപരമായിട്ട് ഉപേക്ഷിച്ചവരാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ നോഷനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഞാനിത് ആരുടെയെങ്കിലും പേര് ആരോപിച്ച് പറയുന്ന സംഗതിയല്ല. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നമ്മുടെ ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ പുരോഗമന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇത് ഒരു ദൈവവിരുദ്ധമായ പ്രക്രിയയാണ്, ഒരു ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള നിലപാടും ചിന്തയുമാണ്. പക്ഷേ അതിനെ നമ്മുടെ കളക്റ്റീവ് വിസ്ഡത്തിൻ്റെ, നമ്മുടെ അനുദിന ജീവനത്തിൻ്റെ പ്രയോഗമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇതാണ് വാസ്തവത്തിൽ സഭയായി നാം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. തിരുവിതാംകൂർ മഹായിടവക രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടെ ചരിത്രത്തിന് ഒരു ദിശാമാറ്റം സംഭവിക്കുന്നുണ്ട്. അതുവരെ CMS ഒരു മാസ് മൂവ്മെൻ്റ് ആയിരുന്നു അല്ലേ? നമ്മുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലെല്ലാം മാസ് മൂവ്മെൻ്റ് എന്ന നിലയിലാണ് CMS അടയാളപ്പെടുത്തപ്പെടുന്നത്. എന്നാൽ 1879 മുതൽ നമ്മളൊരു എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗം തുടങ്ങുകയാണ്. ഒരു ഡയോസിസായി മാറുകയാണ്. അതായത് മുൻപ് നമ്മൾ മദ്രാസ് ബിഷപ്പിൻ്റെ അധീനതയിലായിരുന്നുവെങ്കിലും ഒരു സ്വതന്ത്ര മഹായിടവകയായി മിഷണറി മൂവ്മെൻറ്റ് ഒരു എക്ലേസിയാസ്റ്റിക്കൽ ഓർഡറിന് കീഴിലോട്ട് നമ്മൾ വരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിന്നീട് വരുന്ന ചരിത്ര നരേറ്റീവ്സ് എല്ലാം എന്താണ് വരുന്നത്? നമ്മുടെ എപ്പിസ്കോപ്പസിയുടെ ഹിസ്റ്ററി ആയിട്ടാണ് വരുന്നത്. അതായത് അവിടെ കൊണ്ടാണ് നമ്മളെപ്പോഴും തുടങ്ങുന്നത് സ്പീച്ചിലി തിരുമേനിയുടെ അല്ലേ, സ്പീച്ചിലി ബിഷപ്പ്, അത് കഴിഞ്ഞിട്ട് ഹോഡ്ജസ് തിരുമേനി, ഗിൽ തിരുമേനി, ബിഷപ്പ് മൂർ, കോർഫീൽഡ്, അങ്ങനെ വരുന്ന നമ്മുടെ പിന്നെ ജേക്കബ് തിരുമേനി തൊട്ട് സാബു കോശിച്ചെറിയാൻ തിരുമേനി വരെയുള്ള ഒരു ക്രോണോളജിക്കൽ ഹിസ്റ്ററി ആയിട്ട് നമ്മളിതിനെ കാണുന്നത്. ഇവിടെ ഇത് നമ്മൾ പറയുന്നത് ഇതിനെ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്നാണ്. എനിക്കറിയാം വളരെ ആഴത്തിൽ ദൈവശാസ്ത്ര പാണ്ഡിത്യമുള്ള ഒരു സദസ്സാണിതെന്ന്. എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്ലേസിയ
എക്ലേസിയയും എക്ലേസിയാസ്റ്റിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളുടെ പദവികളുടെയും അധികാരത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും ചരിത്രമാണ്. നമുക്ക് എത്ര സ്കൂളുണ്ട്, CMS കോളേജ്, നമ്മൾ ഈ കെട്ടിടങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നമ്മളെ നയിച്ചിട്ടുള്ള ബിഷപ്പുമാരുടെയും ഹിസ്റ്ററിയാണ് എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി. അത് വാസ്തവത്തിൽ സഭയുടെ ചരിത്രത്തിൻ്റെ പ്രാമുഖ്യമുള്ള ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ നമുക്കുള്ളത് എക്ലേസിയാണ്. എക്ലേസിയ എന്ന് പറയുന്നത് എന്താ? ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയാണ്, ആ ജനതയാണ്. അവിടെ നമ്മളെ ത്രൈവ് ചെയ്യുന്ന എന്താണ്? ഫെയ്ത്താണ് ചെയ്യുന്നത്. അതായത് ചർച്ച് മിഷൻ സൊസൈറ്റി ജാതിക്കെതിരെയും അടിമത്വത്തിനെതിരെയും ഒരു പുതിയ ദർശനം നമുക്ക് തന്നു. ആ ദർശനം ക്രൈസ്തവ വിശ്വാസവുമായി ഇഴചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ തിയോളജിക്കൽ ഫ്രെയിം വർക്ക് നമ്മുടെ സഭയ്ക്കുണ്ട്. ആ തിയോളജിക്കൽ ഫ്രെയിം വർക്ക്, ആ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ഉള്ളടക്കമാണ് വാസ്തവത്തിൽ എക്ലേഷ്യ എന്ന് പറയുന്നത്. എന്നാൽ ഒന്ന് വിമർശനാത്മകമായി ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ സഭാചരിത്രമായി പ്രാമുഖ്യം നൽകി മനസ്സിലാക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയാണ്. തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. കാരണം CMS ആരംഭിക്കുന്ന സമയത്ത് അവരൊരു 6-7 പ്രധാനപ്പെട്ട ഫോക്കസുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനകത്ത് ആദ്യം അവർ നൽകിയത് സാമൂഹ്യ പരിവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രൈസ്തവ വിശ്വാസത്തിനായിരുന്നു. രണ്ടാമത് നൽകിയ മുൻതൂക്കം മാത്രമാണ് എന്തിന്? റിസോഴ്സിന് നൽകിയത്. അതായത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തെ, വിശ്വാസ അന്വേഷണങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റിസോഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും വേണ്ടത്. ഇതാണ് CMS മിഷൻ്റെ പേഴ്സ്പെക്റ്റീവ്. ആ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കിയാൽ നമ്മളുടെ സഭാചരിത്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഒരു എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി അല്ല, മറിച്ച് എന്തായിത്തീരണം? എക്ലേസിയയുടെ ചരിത്രമായിട്ട് മാറണം. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിൽ നമ്മളിപ്പോഴും, എനിക്ക് തോന്നുന്നു നെടുങ്ങാടപ്പള്ളിയിൽ നടന്ന മീറ്റിങ്ങിൽ അവിടെയും അഭിവന്ദ്യ തോമസ് ചൗമേൽ തിരുമേനി ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. ഇന്നും നമ്മുടെ ഈ വേദിയിൽ ആ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു. നമ്മുടെ കേരളത്തിൻ്റെ പൊതുചരിത്രമായിട്ട് നമ്മുടെ സഭാചരിത്രം മാറുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് ഒരു പൊതുചരിത്രവും സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയെ എടുക്കുകയില്ല. CMS കോളേജ് വേണമെങ്കിൽ കേരളത്തിൻ്റെ ആദ്യത്തെ കോളേജ് എന്ന നിലയിൽ ആ ചരിത്രത്തിൽ വരും, പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയെ വരത്തില്ല. എന്നാൽ എക്ലേസിയയുടെ ഹിസ്റ്ററി, വിശ്വാസ സമൂഹത്തിൻ്റെ ഹിസ്റ്ററി പൊതുചരിത്രമായിട്ട് മാറും. അതിൻ്റെ ഒരു വീണ്ടെടുപ്പ് നമ്മുടെ ഈ മഹായിടവക ദിനത്തിൽ നമുക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതിൻ്റെ ഒരു 2-3 ഉദാഹരണങ്ങൾ ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. അതിന് ഒന്നാമത് ജോർജ് മാത്തൻ അച്ഛനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൻ്റെ സാഹിത്യ മണ്ഡലത്തിൽ അവഗണിക്കാനാവാത്ത, അല്ലെങ്കിൽ ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന മഹാമനുഷ്യയായിരുന്നു ആര്? ജോർജ് മാത്തൻ അച്ഛൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ധനവകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയാവുന്നവരുണ്ടോ ഇവിടെ? നമ്മുടെ ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു ജോൺ മത്തായി സാറ്. അതായത് ജോൺ മത്തായി സാറിൻ്റെ ഫാദർ നമ്മുടെ CMS സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അവിടെ നിന്ന് ആ മിഷണറി പേഴ്സ്പെക്റ്റീവിൽ പിന്നീട് അദ്ദേഹത്തിന് ചില ബിസിനസ് സംബന്ധമായ കാരണത്താൽ അദ്ദേഹത്തിന് തൃശ്ശൂരിലോട്ട് മാറേണ്ടി വന്നു. അവിടെ നിന്ന് ജോൺ മത്തായി സാറ് പഠിക്കാനായിട്ട് മദ്രാസിൽ പോയി, അവിടെ പഠിച്ചു, അവിടെ ബാരിസ്റ്ററായി. അദ്ദേഹം അവിടെ അഭിഭാഷകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഷെർവുഡ് എഡ്ഡി എന്ന് പറയുന്ന, ഷെർവുഡ് എഡ്ഡിയെ പല മിഷണറി ബാക്ക്ഗ്രൗണ്ടുള്ള പുരോഹിതന്മാർക്കും ലേമനും അറിയാമായിരിക്കും. ജോൺ ആർമോട്ട്, ഷെർവുഡ് എഡ്ഡി, ഈ 2 പേര് നമ്മുടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചവരാണ്. മാരാമൺ കൺവെൻഷനിൽ വരെ അവർ പ്രാസംഗികരായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഷെർവുഡ് എഡ്ഡിയുടെ ഒരു പ്രസംഗം, സ്റ്റുഡൻറ്റ് വോളണ്ടറി മൂവ്മെൻറ്റിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു പങ്കെടുത്തു. ആ മിഷണറി പ്രസംഗത്തിൽ, ആ മീറ്റിങ്ങിൽ വെച്ച് ജോൺ മത്തായി സാറ് അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ പോകുന്നു. അവിടെ അദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ഉപജീവനം നയിച്ച് അദ്ദേഹം വലിയൊരു എക്കണോമിസ്റ്റായിട്ടാണ് തിരിഞ്ഞു വരുന്നത്. നെഹ്റു മന്ത്രിസഭയിലെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ നമ്മുടെ ആംഗ്ലിക്കൻ മഹായിടവകയുടെ പുത്രനാണ്. നമ്മുടെ ദേശത്തിൻ്റെ നിർമ്മിതിയിൽ
നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ എക്ലേസിയയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കൂ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് റവറൻഡ് ഹണ്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫ്രെയിം വർക്ക് ഒരു എക്ലേസിയാസ്റ്റിക്കൽ ഫ്രെയിം വർക്ക് ആയതുകൊണ്ട് മറയ്ക്കപ്പെട്ടു പോയിട്ടുള്ള തമസ്കരിക്കപ്പെട്ടുള്ള വ്യക്തിത്വങ്ങളും ഉണ്ട്. അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട മഹാമനുഷി എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഗുരുവര്യനായിരുന്നു സാധു മത്തായിച്ചൻ, നമ്മുടെ ആലപ്പുഴ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നടത്തിപ്പുകാരൻ. എന്തായിരുന്നു സാധു മത്തായിച്ചൻ്റെ കോൺട്രിബ്യൂഷൻ? എനിക്ക് ഒളച്ച പള്ളിയിലാണെന്ന് തോന്നുന്നു സാധു മത്തായിച്ചൻ്റെ ഹോം പാരിഷ്. സാധു മത്തായിച്ചൻ ഇന്ന് മർത്തോമ സഭയിലെ ലോകത്ത് സമാരാധ്യനായിട്ടുള്ള ഡോക്ടർ എം തോമസ് സാറിൻ്റെ ഗുരു ആയിരുന്നു സാധു മത്തായിച്ചൻ. സാധു മത്തായിച്ചൻ ക്രിസ്ത്യൻ കരപ്പുറം മിഷനുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയുടെ പ്രധാനപ്പെട്ട ചക്കരെ അല്ലെങ്കിൽ അപ്പാസ്വാമി തുടങ്ങിയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ അന്നത്തെ മദ്രാസ് ട്രയോ എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽസിൻ്റെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ മീറ്റിംഗ് നടന്നത് നമ്മൾ ആലപ്പുഴയിലെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. അതിന് ലീഡർഷിപ്പ് നൽകിയത് സാക്ഷാൽ സാധു മത്തായിച്ചനാണ്. സാധു മത്തായിച്ചൻ്റെ പ്രേരണയിലാണ് വാസ്തവത്തിൽ നമ്മുടെ വാരിക്കാട്ട് ബഥേൽ ആശ്രമം വരുന്നത്. പലപ്പോഴും നമുക്കൊരിതുണ്ട്, അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു CMS സ്കീമല്ല, അതൊരു ഇന്ത്യൻ സ്കീമാണ്. അത് നാഷണൽ മിഷൻ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ്. പക്ഷേ ഗിൽ തിരുമേനി അതിനെ വളരെ വെൽക്കം ചെയ്യുകയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തു. പക്ഷേ സാധു മത്തായിച്ചൻ നമ്മുടെ ആ ഒരു ഡോക്ടർ എം തോമസിൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ ഓർക്കണം, പിൽക്കാലത്ത് ഡോക്ടർ എം തോമസ് എങ്ങനെയാണ് ലോകത്തെ സ്വാധീനിച്ചത്, വേൾഡ് എക്യുമെനിസത്തെ സ്വാധീനിച്ച് നോക്കുമ്പോൾ അതിൻ്റെയും കോൺട്രിബ്യൂഷൻ നമ്മൾ നൽകുന്നത് നമ്മുടെ തിരുവിതാംകൂർ ആംഗ്ലിക്കൻ ട്രഡീഷനിലാണ്. ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ട് അത് ആ ഭാഗം അവസാനിപ്പിക്കാം. ഡോക്ടർ അന്നാമാണി മോഡേൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ അന്നാമാണി മോഡേൽ ആരാണ്? ഡോക്ടർ അന്നാമാണി മോഡേൽ നമ്മുടെ അഭിവന്ദ്യ മാണി തിരുമേനിയുടെ പിതാവിൻ്റെ സഹോദര പുത്രിയാണ് ഡോക്ടർ അന്നാമാണി മോഡേൽ. ആരായിരുന്നു ഡോക്ടർ അന്നാമാണി മോഡേൽ? ഇന്ത്യയിലെ ആദ്യത്തെ ഭൗതിക ശാസ്ത്രജ്ഞ, ഇന്ത്യയുടെ കാലാവസ്ഥ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെൻറ് അനുസ്മരണ പ്രഭാഷണം നടക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വനിത നമ്മുടെ ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു. ഇത് നമ്മുടെ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഞാൻ പറയുന്നത് ദേശനിർമ്മിതിയിലും കേരളത്തിൻ്റെ നവോത്ഥാനത്തിലും ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, മാത്തനച്ചനെ പോലെ സാഹിത്യത്തിൻ്റെ മേഖലയിൽ ഇനിയുമുണ്ട്. നമ്മൾ ഇന്ന് ഈ കീഴാള മേഖലയിലെ ഈ ബൈനറി പറയുമ്പോൾ 1928 ആലപ്പുഴ സെറ്റിൽമെൻറ്റിലെ പഠിച്ച് ഒരു വിദ്യാർത്ഥി 1944 ലുധിയാനയിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ച് ഡോക്ടറായി. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറായ ഒരു വനിതയുണ്ട്, ദലിത് വിഭാഗത്തിൽ നിന്ന് വന്നാണ്, ഡോക്ടർ സാറാ മാത്യൂസ്. ഇപ്പോഴും ജീവനോടെയുണ്ട്, 90 വയസ്സ്. എന്താണ് ഇവരെയെല്ലാം പ്രേരിപ്പിച്ച ഘടകമെന്ന് നോക്കണം. അത് ഈ മിഷണറി സഭയുടെ മിഷൻ കോൺഷ്യസ്, ആ മിഷണറി വാല്യൂവിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജോൺ മത്തായി സാറ് രാജിവെക്കുന്നത്. എൻ്റെ ദൗത്യം ഇതല്ല, ആ മിഷണറി കോൺഷ്യസിൽ നിന്നുകൊണ്ടാണ് അവർ രാഷ്ട്ര നിർമ്മിതിയുടെ പലതരത്തിലുള്ള റോളുകളിലേക്ക് മാറുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള എത്രയോ ആളുകൾ നമ്മുടെ സമീപകാലത്ത് പല മേഖലകളിൽ, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എത്രയോ മനുഷ്യർ അങ്ങനെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നത് ഈ നമ്മുടെ പ്രിയപ്പെട്ട നെൽസൺ ചാക്കോ അച്ഛൻ 2018 അദ്ദേഹം എഡിറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്, എപ്പിസ്കോപ്പൽ പ്രസംഗങ്ങൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. സാബു തിരുമേനിക്ക് തൊട്ട് മുമ്പ് തിരുമേനിയുടെ വരെയുള്ള പ്രസംഗങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ആ പ്രസംഗം വാസ്തവത്തിൽ നമ്മുടെ എക്ലേഷ്യയുടെ ഒരു ചരിത്രമാണ്. പ്രത്യേകിച്ച് CK ജേക്കബ് തിരുമേനി മുതൽ തോമസ് കെ ഉമ്മൻ തിരുമേനി വരെയുള്ള എപ്പിസ്കോപ്പൽ പ്രസംഗങ്ങൾ ഒരുപക്ഷെ അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സാബു തിരുമേനിയുടെ കോൺസെക്രേഷൻ സമയത്ത് അദ്ദേഹം നടത്തി അതിനെപ്പറ്റിയിട്ട് ഒരു വെബിനാർ തന്നെ യുവ പട്ടക്കാർ മഹായിടവയിൽ ഓൺലൈനായിട്ട് നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എപ്പിസ്കോപ്പൽ പ്രസംഗങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ ഒരു ചരിത്രമാണ്. ഞാനിത് പറയാനായിട്ട് കാരണം, അതിൽ അഭിവന്ദ്യ ജോസഫ് തിരുമേനിയുടെ എപ്പിസ്കോപ്പൽ പ്രസംഗം നമ്മളൊന്ന് വായിക്കണം. ആ പുസ്തകം ലഭ്യമാകാത്തവർ, ഇതൊരു പരസ്യമല്ല, ആ പുസ്തകം നമ്മുടെ ഡിപ്പോയിൽ പോയി അല്ലെങ്കിൽ അത് മേടിക്കണം. കുറേ ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ മഹായിടയിൽ നിന്ന് ഗംഭീരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ എപ്പിസ്കോപ്പൽ ചർച്ച, അതായത് 47 മുതൽ 2018 അല്ലെങ്കിൽ 2015 കാലം വരെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സാണ് ഞാനിത് പറയുന്നത്.
എപ്പിസ്കോപ്പമാരുടെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെ പ്രസംഗത്തിൽ അതാത് കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് അഭിവന്ദ്യ ജോസഫ് തിരുമേനിയുടെ കോൺസിക്രേഷൻ്റെ സമയത്തെ പ്രസംഗം. അതിനകത്ത് അഭിവന്ദ്യ തിരുമേനി പറയുന്നുണ്ട്, കേരളത്തിലെ ആദ്യത്തെ ദലിത് വിഭാഗത്തിൽ നിന്നുള്ള ബിഷപ്പായിട്ട് അദ്ദേഹം വരുന്നതിൻ്റെ പ്രേരണ അദ്ദേഹം പറയുന്നത് ഇത് മിഷണറി കോൺട്രിബ്യൂഷനായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്, അതൊക്കെ അതിനെ ഫോസ്റ്റർ ചെയ്തിരിക്കാം. പക്ഷേ അതിനെ സാധ്യമാക്കുന്ന ഭൂമിക എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ മിഷണറി അവബോധമാണ്. ഞാനിത് പറയുമ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമീപകാലത്താണല്ലോ നമ്മുടെ സഭയ്ക്ക് ഒരു വനിതാ രജിസ്ട്രാർ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു സീമസ് കോളേജിൻ്റെ പ്രിൻസിപ്പിൾ 208 വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു അഞ്ജു മിസ് ഇവിടെ ഇരിപ്പുണ്ട്, 208 വർഷം ശേഷം നമ്മുടെ സീമസ് കോളേജിന് ഒരു ഇത് വരുന്നു. എന്താണ് വനിതകളുടെ ഒരു സാന്നിധ്യം നമ്മുടെ സഭയിൽ വൈകിപ്പോയത്? ഇത് ആരാണ് ഫോസ്റ്റർ ചെയ്യുന്നത്? ആ ഒരു കാര്യം കൂടെ. കാരണം നമ്മൾ വിശ്വാസ സമൂഹത്തെ പറ്റി എപ്പോഴും പറയുമ്പോഴും അസന്നിഹിതരായി പോകുന്ന ഒരു വിഭാഗമാണ് വനിതകളെന്നുള്ളത്. നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായി മാത്രം മാറുകയാണ്. നമ്മുടെ സഭയിൽ സ്ത്രീജന സഖ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് മദേഴ്സ് യൂണിയൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം. എനിക്ക് തിരുമേനി സമീപകാലത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ വനിതകൾ വളരെ എന്താ പറയുക അടുക്കവും ഒതുക്കവുമുള്ള ആളുകളായിട്ട് വനിതകളെ കണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു സോണൽ മീറ്റിങ്ങിൽ പരാമർശിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അതായത് വനിതകൾ വളരെ അടക്കവും കുടുംബിനികളായി കഴിയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അല്ലേ? വാസ്തവത്തിൽ മദേഴ്സ് യൂണിയനെ ഫ്രെയിം ചെയ്ത് അങ്ങനെയാണ്. മേരി സമനറാണ് മദേഴ്സ് യൂണിയൻ ഉണ്ടാക്കുന്നത്. വിനിൽ പരാമർശിച്ചത് ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ഒരു അടിത്തറ നമ്മുടെ ആംഗ്ലിക്കൻ സഭയുടെ ഉള്ളടക്കത്തിലുണ്ട്. കൊളോണിയലിസത്തിൻ്റെ ഉണ്ട്, ജാതിയുടെ ഉണ്ട്, വിക്ടോറിയൻ മൊറാലിറ്റിയുടെ എല്ലാം ഒരു എന്താ പറയുക സ്വാധീനങ്ങൾ നമ്മുടെ വിശ്വാസത്തിലും അനുദിന വിശ്വാസ ജീവിതത്തിലുമുണ്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ലൈഫിൽ അതുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ഫ്രെയിം വർക്കിൽ രൂപീകരിക്കപ്പെട്ടതാണ് മദേഴ്സ് യൂണിയൻ. ഈ മദേഴ്സ് യൂണിയനെ തുടർന്നാണ് കേരളത്തിൽ അത് നമ്മുടെ ഡയോസിസിൽ അത് വരുന്നത് 1809 1909 മദേഴ്സ് യൂണിയൻ ഇവിടെ നമ്മുടെ ഡയോസിസിൽ വരുന്നത്. ഈ മദേഴ്സ് യൂണിയനെ വാസ്തവത്തിൽ ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? അവിടെ വലിയൊരു വനിത, ഒരു മിഷണറി വനിത ഇടപെടുന്നുണ്ട്. അതായിരുന്നു കാരൽ ഗ്രഹാം എന്ന് പറയുന്ന വനിത. കാരൽ ഗ്രഹാം ഇന്ത്യയിൽ വരുന്ന താമസിക്കുന്നത് ഡോർണക്കൽ ബിഷപ്പ് അസിറിയയുടെ കൂടെയാണ്. ബിഷപ്പ് അസിറിയയുടെ കൂടെയുള്ള 2-3 വർഷത്തെ സഞ്ചാരവും മിഷണറി പ്രവർത്തനവും കാരൽ ഗ്രഹാമിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ മാറ്റം വരുത്തുമ്പോഴാണ് വനിതകളുടെ ലീഡർഷിപ്പിനെ പറ്റി കാരൽ ഗ്രഹാം ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർത്തുന്നത്. അത് പിന്നീട് ചെന്ന് അവസാനിക്കുന്നത് 1947 നമ്മുടെ CSIയുടെ വിമൻ ഫെലോഷിപ്പിൻ്റെ ഫോർമേഷനാണ്. അന്ന് കാരൽ ഗ്രഹാം എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു പ്രബന്ധമുണ്ട്. അത് അന്നത്തെ മിഷണറി ജേണലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വനിതകളുടെ നേതൃത്വത്തെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അവഗണിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ CSI സിനഡ് കാരൽ ഗ്രഹാമിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വലിയൊരു പ്രബന്ധ മത്സരം തന്നെ സിനഡ് ലെവലിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരൽ ഗ്രഹാമിന് എങ്ങനെയാണ് അവരുടെ ഒരു പരമ്പരാഗത ജീവിതത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാനായിട്ട് സാധിച്ചത് സ്ത്രീകളുടെ വിമോചനത്തെ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡോർണക്കൽ ഡയോസിസിൽ നടത്തിയിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഇടപെടലാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും നമ്മുടെ സഭാചരിത്രത്തിൻ്റെ ഭാഗമായി ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാരൽ ഗ്രഹാമിൻ്റെയും അല്ലെങ്കിൽ അന്നാമാണി മോഡലിൻ്റെയും സാറാ മാത്യൂസിൻ്റെയും എല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സഭാചരിത്രത്തെ ഓരോ വർഷവും നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ചെയ്യുമ്പോൾ, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെങ്ങും നമുക്ക് ദൃശ്യമല്ല. അത് നമ്മുടെ ഒരു ആഭ്യന്തര സംഗതിയാണ്. എന്നാൽ എക്ലേഷ്യയുടെ ഹിസ്റ്ററിയായി, വിശ്വാസ സമൂഹത്തിൻ്റെ ഹിസ്റ്ററിയായി നമ്മളതിനെ പുനർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ സ്വാധീനം, ഞാൻ ഇതിനകത്ത് വിട്ടുപോയ മറ്റൊരു പേരാണ് നമ്മുടെ മേരി പുന്നൻ ലൂക്കോസ് ഇല്ലേ? തിരുവിതാംകൂറിലെ ആദ്യത്തെ ബിരുദധാരിയായിട്ടുള്ള മേരി പുന്നൻ ലൂക്കോസ്.
എന്ന് പറയുന്നത്. അടുത്ത വർഷം അവരുടെ മരണത്തിൻ്റെ 100-ാം വർഷമാണ് ഈ നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിലാണ് മേരി പുന്നൻ ലൂക്കോസിനെ അടക്കം ചെയ്തിട്ടുള്ളത്. തിരുവിതാംകൂറിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയെ തന്നെ മാറ്റി തീർത്ത ധീരവനിത. തിരുവിതാംകൂറിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യത്തെ നോമിനേറ്റഡ് ക്രിസ്ത്യൻ അംഗം, നമ്മുടെ ആംഗ്ലിക്കൻ മഹായിടവകയിലെ അംഗങ്ങൾ. നിരവധി പേരുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഡോക്ടർ നൈനാങ്കോശ സാറ്, EC ജോണച്ചൻ, അങ്ങനെ വേൾഡ് ക്രിസ്ത്യൻ അക്കാഡമിയെയും എക്യുമിനിസത്തെയും തന്നെ സ്വാധീനിച്ചിട്ടുള്ള KC അബ്രഹാം അച്ഛനെ പോലെയുള്ള നിരവധി ആളുകളെ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മഹായിടവകയാണ് നമ്മുടേത്. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം എന്താണ്? ഈ ധാരയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പിന്നോട്ട് പോയി എന്നുള്ള ഒരു വിമർശനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ വരുന്നത്. എങ്ങനെയാണ് പിന്നോട്ട് പോയത്? ആ ഒരു പ്രശ്നം കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ മഹായിടവകയിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, എപ്പോഴെല്ലാം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എടുക്കണം. അത് കോൺസ്റ്റിറ്റ്യൂഷനല്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ആദ്യം ക്ലർജി മാനുവൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കും. നമ്മുടെ മഹായിടവകയിൽ ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ നമ്മുടെ മഹായിടവകയുടെ ഭാവിയെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട 3 കാര്യങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളിൽ മിഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ മിഷൻ കോൺഷ്യസ് എന്താണ്, മിഷണറി ഐഡിയോളജി എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം നമ്മൾ നടത്തണം. അതിൽ തന്നെ അതൊരു ആൻറ്റി സ്ലേവറി മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റായിട്ടും എങ്ങനെയാണ് അതിനെ അഭിസംബോധന ചെയ്തത്. തീർച്ചയായിട്ടും മറ്റൊന്നുള്ളത് ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. തിരുവിതാംകൂറിൻ്റെ നവോത്ഥാനത്തെ 2 ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് നിർണ്ണയിച്ചത്. ഒന്നൊരു ഹിന്ദു സോഷ്യൽ ഓർഡറിൻ്റെ പേഴ്സ്പെക്റ്റീവ്, മറ്റൊന്ന് ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിൻ്റെ പേഴ്സ്പെക്റ്റീവ്. ഈ 2 ലോക വീക്ഷണങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് സംഘർഷം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വയലൻസിനെ അല്ല പറയുന്നത്. ഇവ തമ്മിലുള്ള ഡയലോഗാണ് വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിനെ, ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക കേരളത്തെ നിർമ്മിച്ചത്. കോജി കവാഷിമ, നമ്മുടെ ഒരു ചരിത്ര ഗവേഷണം, അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് തന്നെ മിഷണറീസ് ആൻഡ് ഹിന്ദു സ്റ്റേറ്റ് എന്നുള്ള ബുക്കാണ്. അപ്പോൾ അതുപോലെ ഈ 2 വേൾഡ് വ്യൂ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ, ആധുനിക കേരളത്തിൻ്റെ ഭാവിയെ ഡിറ്റർമൈൻ ചെയ്തത് എന്നുള്ളത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. ഞാൻ കാരൽ ഗ്രഹാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാരൽ ഗ്രഹാമിൻ്റെ ബയോഗ്രഫിയുടെ പേര് ബിറ്റ്വീൻ 2 കൺട്രീസ് എന്നുള്ളതാണ്. ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം 2 വേൾഡ് വ്യൂ തമ്മിലുള്ള സംഘർഷമാണ് അവരുടെ ഫെയ്ത്ത് ജേണിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയോസിസിന്, നമ്മുടെ ആംഗ്ലിക്കൻ തിരുവിതാംകൂർ ഡയോസിസിന്, പിന്നീട് നമ്മുടെ മധ്യകേരള മഹായിടവയാകുന്ന ഡയോസിസിന് വളരെ വളരെ വിപുലമായിട്ടുള്ള ഒരു സ്വാധീനവും നമ്മുടെ ഈ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അത് അറിയാതെ പോകുന്നത്, അത് വീണ്ടെടുക്കാൻ വിട്ടുപോകുന്നത് നമ്മളുടെ ഒരു പരിമിതിയായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. 1936 മഹാത്മാഗാന്ധി നമ്മുടെ മഹായിടവ വിസിറ്റ് ചെയ്തു എന്നറിയാം അല്ലേ? ബിഷപ്പ് ഹൗസിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒപ്പിട്ട ഇതുണ്ട്. എന്തിനാണ് മഹാത്മാഗാന്ധി നമ്മുടെ ഡയോസിസ് വിസിറ്റ് ചെയ്തത്? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. നമ്മുടെ പല രേഖകളിലും അത് കാണുന്നില്ല, കാരണം ഗാന്ധി അത് റെക്കോർഡില്ല. മാധവ് ദേശായി ഗാന്ധിയുടെ റെക്കോർഡ്സും വിസിറ്റും ഡയലോഗുകളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള മാധവ് ദേശായി അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കോട്ടയം ഇൻ്റർവ്യൂ എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അന്ന് മാർത്തോമ സഭയുടെ മെത്രാപ്പോലിത്തയായിരുന്ന തീത്യൂസ് തിരുമേനിയും മാർത്തോമ സഭയുടെ MT സെമിനാരിയുടെ ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്ന KK കുരുവിള സാറും ഗിൽ തിരുമേനിയും മാധവ് ദേശായും പങ്കെടുത്ത 4 പേര് പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ ഡയോസിസ് ഓഫീസിൽ നടന്നത്. അതൊരു സന്ദർശനം ആയിരുന്നില്ല, ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല. പിറ്റേ ദിവസം തിരുവിതാംകൂറിൽ വൈക്കത്ത് ക്ഷേത്രപ്രവേശന പ്രഖ്യാപനം നടക്കുകയാണ്. ഇതിന് മുമ്പുള്ള ഒരു സന്ദർശനം കൂടിയായിരുന്നു അത്. അന്ന് ഗിൽ തിരുമേനിക്ക് മുമ്പ് മഹാത്മാഗാന്ധി ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവനും മതപരിവർത്തനം ചെയ്ത് നിങ്ങളുടെ സഭയിലേക്ക് ചേർക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു. അപ്പോൾ ഗിൽ തിരുമേനി പറഞ്ഞു, ഞാനത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതല്ല, ബിഷപ്പ് പിക്കറ്റ്, അന്ന് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ബിഷപ്പ് പിക്കറ്റിൻ്റെ ലേഖനം ഞാൻ വായിച്ചു. തിരുവിതാംകൂറിലും സൗത്ത് ഇന്ത്യയിൽ ഡോർണക്കലിൽ നമ്മുടെ ബിഷപ്പ് അസറിയ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും വ്യാപകമായി അദ്ദേഹം അവിടെ ഇംഗ്ലണ്ടിൽ പണം പിരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്.
അപ്പോൾ ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഏതാനും ദിവസം പ്രഖ്യാപനത്തിന് മുമ്പാണെങ്കിൽ ഗാന്ധി അതിനു മുമ്പ് 5 തവണ കേരളത്തിൽ വരുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഗാന്ധിയുടെ പ്രധാനപ്പെട്ട കൺസേൺ ഇതിനകത്തുനിന്ന് ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ, ബാരിസ്റ്റർ ജോൺ ജോസഫിൻ്റെ അടക്കമുള്ള രാജിവെക്കൽ നമുക്കറിയാം, ക്രിസ്ത്യൻ പ്രസൻസിനെ മാറ്റാനായിരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ആഫ്രിക്കയിലെ കാര്യം ഇപ്പോൾ എനിക്കൊന്ന് വിനിലാണെന്ന് തോന്നുന്നു അല്ലേ സംസാരിച്ചത്. ഗാന്ധിയുടെ ആഫ്രിക്കയിലെ സഞ്ചാരത്തെ ക്രമീകരിച്ചതും ഗാന്ധിയുടെ അവിടുത്തെ സൗകര്യങ്ങളൊടുക്കലും നമ്മുടെ മദ്രാസിലെ ബിഷപ്പ് ഹെൻറി വൈറ്റ് ഹെഡ് ആയിരുന്നു. അന്നത്തെ മദ്രാസിലെ ബിഷപ്പായിട്ടുള്ള ഹെൻറി വൈറ്റ് ഹെഡാണ്. ഹെൻറി വൈറ്റ് ഹെഡുമായിട്ട് ദീർഘമായിട്ടുള്ള സംഭാഷണം ഗാന്ധിയുടെ ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ ആംഗ്ലിക്കൻ മിഷൻ നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെ ഗാന്ധിക്ക് ഭയങ്കരമായ എതിർപ്പുണ്ട്. ഞാനിത് ഗാന്ധിയെ വിമർശിക്കുക മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ഒരു വിമർശനം മാത്രമായിട്ട് ഗാന്ധിയുടെ വലിയ മറുവശത്ത് നമ്മളെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന CMS നടത്തുന്ന പ്രവർത്തനങ്ങൾ ഹിന്ദു സോഷ്യൽ ഓർഡറിനകത്ത് ഉടച്ചിലുണ്ടാക്കും. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പർക്കാൽ മിഷൻ, നമ്മുടെ പർക്കാൽ മിഷൻ. ആ പ്രശ്നത്തെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ മിഷണറി പ്രവർത്തനം നിർത്തിവെക്കണം, അല്ലെങ്കിൽ അവർക്ക് സ്വതമേ തോന്നി വരണം. ഈ ഒരു ഡയലോഗ് ഗാന്ധിയും ഗിൽ തിരുമേനിയും മാത്രമായിട്ടല്ല, ഹെൻറി വൈറ്റ് ഹെഡും മാത്രമായിട്ടല്ല, ഏറ്റവും അധികം ഗാന്ധി ഈ ഡയലോഗ് നടത്തിയത് ബിഷപ്പ് അസിറിയുമായിട്ടാണ്. ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ രേഖകൾ പരിശോധിക്കൂ, ഒറ്റ ഒരാളെ അദ്ദേഹത്തെ നമ്പർ 1 എനിമി എന്ന് വിളിച്ചിട്ടുള്ളൂ. ആരാണെന്നറിയാമോ? അത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അല്ല, ബിഷപ്പ് അസിറിയാണ്. ബിഷപ്പ് അസിറിയെ ഗാന്ധി വിശേഷിപ്പിച്ചത് എൻ്റെ നമ്പർ 1 എനിമി എന്നാണ്. എന്താണ് അസിറിയ ചെയ്ത കുറ്റം? അസിറിയ ഈ ഹിന്ദു സോഷ്യൽ ഓർഡർ, ഞാൻ ഈ ഹിന്ദു സോഷ്യൽ ഓർഡർ എന്ന് ഞാൻ വളരെ ബോധപൂർവ്വം പറയുന്നത്, അത് ദയവ് ചെയ്ത ഒരു കമ്മ്യൂണൽ സംഗതിയായിട്ട് എടുക്കരുത്, ഹിന്ദു മതമായിട്ട് ഇക്വേറ്റ് ചെയ്ത്. ഒരു ഹിന്ദു സോഷ്യൽ ഓർഡർ, കാസ്റ്റ് സിസ്റ്റത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദു സോഷ്യൽ ഓർഡറിനെ ഈ മിഷണറി പ്രവർത്തനം അട്ടിമറിക്കുന്നു. ഇതാണ് ഗാന്ധിയെ വൈക്കത്തും മദ്രാസിലും എല്ലാം നിരന്തര സന്ദർശനത്തിനായിട്ട് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മഹാടവകയിൽ 1936 മഹാത്മാഗാന്ധി അടച്ചിട്ട മുറിയിൽ ഈ ഒരു ഡയലോഗാണ് നടത്തുന്നത്. അവിടെ ഗിൽ തിരുമേനി വളരെ പക്വമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നുണ്ട്. അതാണ് പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സെക്യുലർ അടിസ്ഥാനത്തിന്, ആധുനിക സെക്യുലർ അടിസ്ഥാനത്തിന് കാലം പറഞ്ഞു. എന്താണെന്നറിയാമോ? അവിടെ തിരുമേനി ആ സമയത്ത് അറിയാമല്ലോ, CV കുഞ്ഞിരാമൻ്റെ അടക്കം നേതൃത്വത്തിൽ ഒരു ഈഴവരുടെ വലിയൊരു ആ ബുക്കിൻ്റെ പേര് തന്നെ ഈഴവ മതപരിവർത്തന സംരംഭം, നമ്മുടെ CMS പ്രസ്സിലാണല്ലോ അത് അച്ചടിച്ചത്. ഈഴവരുടെ വലിയ തോതിലുള്ള ഞങ്ങൾക്ക് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്നുള്ള മുന്നേറ്റം, ഞങ്ങൾക്കിനി 3 തരത്തിലുള്ള ധാരയുണ്ടായി. ഒന്ന് ബുദ്ധമതം സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രരായിട്ട് നിൽക്കുക, അതല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിക്കുക. അങ്ങനെ CV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലൊരു മതപരിവർത്തന ഭീഷണി നിലനിൽക്കുന്നു. അദ്ദേഹം മാരാമൺ കൺവെൻഷനിൽ പോയി പ്രസംഗിച്ചു, CV കുഞ്ഞിരാമൻ. അപ്പോൾ ആ മതപരിവർത്തന ഭീഷണിക്ക് മുന്നിലാണ് ഗാന്ധി ഗിൽ തിരുമേനിയെ കാണുന്നത്. അപ്പോൾ ഗിൽ തിരുമേനി പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാൽവേഷൻ എന്ന് പറയുന്നത് അതൊരു വ്യക്തിപരമായ ബോധ്യമാണ്, അതല്ലാതെ ഞങ്ങൾ വരുന്ന എല്ലാവരെയും അപ്പാടെ സ്വീകരിക്കുന്ന ഈ നിലപാട് അസറിയ തിരുമേനിക്കും ഉണ്ടായിരുന്നു. അതൊരു ഡയലോഗിലൂടെ സംഭവിക്കുന്നതാണ്. എന്നാൽ മാസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ജനങ്ങൾ മതാരോഹണം ചെയ്യാറുണ്ട്, മതം അവർക്ക് സ്വീകരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ഞങ്ങൾ തടയാറുമില്ല എന്ന് പറഞ്ഞു. അതിൽ ഗാന്ധി സംതൃപ്തനായില്ല. അന്ന് വൈകിട്ടാണ് മർത്തോമ സെമിനാരിയിൽ KK കുരുവിള സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം താമസിക്കുന്നതും മർത്തോമക്കാർ എന്നത് വലിയൊരു വിപ്ലവമായിട്ട് ആഘോഷിക്കും, നല്ല കാര്യം തന്നെ. എന്നാൽ ഗാന്ധി നടത്തിയ ഗിൽ തിരുമേനിയും തമ്മിലുള്ള ഡയലോഗ് കേരളത്തിൻ്റെ വൈക്കം സത്യാഗ്രഹത്തിനെ തുടർന്നുള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തിലെ ഇന്നും തെളിച്ചമില്ലാതെ പോയ ഒരു ചരിത്രമാണ്. അത് നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഗിൽ തിരുമേനിയുടെ സമയത്ത്, ആ ഡയലോഗ് നടക്കുന്ന സമയത്താണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ആ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരും, പ്രത്യേകിച്ച് മർത്തോമ ക്രൈസ്തവരും, മുസ്ലിങ്ങളും ഈഴവരും അടക്കുന്ന ഒരു സംഭവം. അതാണല്ലോ 1937 ഒരു ആദ്യത്തെ കൊലീഷൻ ഉണ്ടാവുകയാണ്. ഞാൻ വീണ്ടും നമ്മുടെ KK കുരുവിള സാറിനെ ഓർത്തു പോകുന്നു. 1937 ക്രൈസ്തവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടത്തിയ ആ ഒരു ഇതിലാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുരുവിള സാറ് മാവേലിക്കര പത്തനംതിട്ട അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ കൊലീഷനകത്ത്, ആ കമ്മ്യൂണൽ കൊലീഷനകത്ത് നമ്മുടെ ആംഗ്ലിക്കൻ മഹായിടവക പങ്കെടുത്തില്ല. അത് ഗിൽ തിരുമേനി അന്ന് നമ്മുടെ ഗിൽ തിരുമേനി ഞാൻ പറയുന്ന മഹായിടവക എടുത്ത തീരുമാനം, മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്.
അതുകൊണ്ട് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന 1932-33 സമയത്ത് നമ്മുടെ ഡയോസിസിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ അത് പരാമർശമുണ്ട്. മതവും രാഷ്ട്രീയവും രണ്ടാണ്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അനൗചിത്യമാണെന്നുള്ള ഒരു സെക്കുലർ നിലപാട്, അത് തെറ്റോ ശരിയോ എന്നുള്ളത് വിമർശനാത്മകമായി പഠിക്കേണ്ടതാണ്. എന്നാൽ ഒരു മതേതരമായ നിലപാട് നമ്മുടെ ഈ തിരുവിതാംകൂറിൽ നമ്മുടെ സഭ എടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ മതേതരത്വത്തെയും കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തെയും എക്ലേഷ്യയിലൂടെ അതിൽ ഭിന്നമായ ജനതയിലൂടെ നിർവചിച്ച ഒരു ജനസമൂഹമാണ് നമ്മൾ. ഈ ചരിത്രത്തെ നമ്മുടെ അത് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ്റ്റോറിയൻസ് നമ്മൾ ആകണമെന്നില്ല, അവർ നമ്മളെ നയിക്കട്ടെ. പക്ഷേ നമ്മുടെ ചിന്തയിലും പ്രവർത്തനയിലും നമ്മൾ അഭിമാനപൂരിതരാകേണ്ടതുണ്ട്. ഈ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ആംഗ്ലിക്കൻ മഹായിടവയ്ക്ക് ഗൗരവമായിട്ടുള്ള സ്ഥാനമുണ്ട്. ആ ഒരു അന്വേഷണം ഈ മഹായിടവ ദിനത്തിലും കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി.